ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് വേക്കൻസിയും കാര്യങ്ങളും വരുന്നത്. ഏഴുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, അതായത് കണ്ണൂർ വരുന്ന നേവൽ ബേസിലേക്കാണ് വരുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 1 ജനുവരി 2002 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് മസ്റ്റ് ഹാവ് 16% മാർക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് 60% മാർക്കാണ് ഇവർ പറയുന്നത്. ഏകദേശം 15 വേക്കൻസിയോളം നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ MSc, BE, BTech, MTech എന്നീ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ MCA വിത്ത് BCA, പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ടാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ടാറ്റു ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇയറും കാര്യങ്ങളും ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 5th സെം കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. എക്സാം ഫിസിക്കൽ ഇതൊന്നുമില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി തന്നെയാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. ആദ്യം മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യും, എന്നിട്ട് അവർക്കായിട്ടാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരിക. ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ കയറിയിട്ട് അപ്ലൈ കാര്യങ്ങളും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പേ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഏകദേശം 56,100 ഇവർ പറയുന്നത് പേ ഔട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും, നേവി ബേസ് ആയതുകൊണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും കൊടുക്കുക. ഇതിൽ അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. പിന്നെ മാർക്കും കാര്യങ്ങളൊക്കെ മുകളിൽ പറഞ്ഞ രീതിക്ക് തന്നെ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കാറ്റഗറൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മാക്സിമം മാർക്ക് കൂടുതലുള്ള ആൾക്കാർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.